നമ്മൾ എനർജി ഈഗൻ വാല്യൂയിലേക്ക് പോവാണ്. അതിന് നമ്മൾ എഴുതാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ? വി നോ ദാറ്റ് h ഡബിൾ ഡാഷ് മൈനസ് 2hy ഡാഷ്. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഓർത്ത് നോക്കിയേ, ബാക്കിലോട്ട് പോയി ഇക്വേഷൻ നമ്പർ ഈ വീഡിയോ മാറിയതുകൊണ്ട് അറിയില്ല. h double dash minus 2yh dash plus lambda minus 1 into h equal to 0 എന്ന് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 0 ആയിപ്പോയി എന്തെന്ന് എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു. h dash minus 2yh dash plus lambda minus 1 into h is equal to 0 എന്ന് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ നിന്നാണ് ഇനി കളി ആരംഭിക്കുന്നത്. ഈ h ഡാഷിനെ എങ്ങനെ എഴുതാം? d സ്ക്വയർ h by dy സ്ക്വയർ മൈനസ് 2y dh by dy പ്ലസ് ലാംഡ മൈനസ് 1 ഇനി കൊടുക്കാൻ പോകുന്നത്. അതെങ്ങനെ ലാംഡ മൈനസ് 1 കൊടുക്കാം? നമ്മൾ അവസാനിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? k is equal to n ആണെങ്കിൽ 2n plus n minus lambda 0 ആണ്. അതിൽ നിന്ന് ലാംഡേനെ എന്തെന്ന് എഴുതാം കൂട്ടുകയെ? 2n plus 1 എന്ന് എഴുതാം. ലാംഡേനെ എന്തെന്ന് എഴുതാം? 2n plus 1 എന്ന് എഴുതാം. അപ്പൊ ആ ലാംഡയ്ക്ക് വരുന്നത് 2n plus 1 minus 1 into h equal to 0 എന്ന് എഴുതി കൂടെ ദേവികെ. അപ്പൊ d സ്ക്വയർ h by dy സ്ക്വയർ മൈനസ് 2y dh by dy പ്ലസ് 1 മൈനസ് 1 കൂടി പോയി 2n h is equal to 0. ഞാൻ ഇനി ഇക്വേഷൻ 40 എന്ന് വിളിക്കുകയാണ്. നിങ്ങൾ ഇക്വേഷൻ അവസാനത്തെ ഇക്വേഷൻ നമ്പർ ഇടാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ 40 എന്ന് വിളിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇതിന്റെ സൊല്യൂഷൻ, ഈ 40 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാതെ പഠിക്കണം. 40യുടെ സൊല്യൂഷൻ sin of x equal to n hn of y. ഇവിടെ hn എന്ന് എഴുതിപ്പോയിട്ടുണ്ട്. അതിന് hn of y എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. hn of y hn of y e raised to minus y square by 2 ആണ്. എന്തിന്റെ സൊല്യൂഷൻ? 40ാമത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. എന്താണ്? നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. എന്തിനാ നമ്മളന്ന് പറഞ്ഞു? നമ്മുടെ ഈ ഒരു ഫാക്ടറിനെ 0 ആക്കാൻ, വേവ് ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി 0 അല്ല 1 ആക്കാൻ. നമുക്കറിയാം ഇവിടെ ന്റെ വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. m omega by h cut by the whole raised to 1 by 2 1 by 2 raised to n factorial the whole raised to 1 by 2. ഇതാണ് ന്റെ വാല്യൂ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 42. അപ്പൊ sin of x എന്താവും? പറ. sin of y എന്താവും? sin of x എന്തായിരുന്നു? n hn of y. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് sin of y ആവും. sin of y എന്താവും? പറ. sin of y is equal to m omega by h cut by n ന്റെ സ്ഥാനത്ത് അത് കൊടുത്താൽ മതി. whole raised to 1 by 2 1 by 2 raised to n factorial whole raised to 1 by 2 hn of y e raised to minus y square by 2. ഇനി എന്ത് ചെയ്യണം? n ന് 0 ഇട്ട് കൊടുക്കണം. put n is equal to 0. ഇവിടെ കുറച്ച് കാര്യം കാണാൻ പഠിക്കാണ്ടേ. അപ്പൊ n 0 ആയത് എന്താവും? psi 0 of x ആവും. psi 0 of x y നമ്മൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. psi 0 of x m omega by h cut by the whole raised to 1 by 2 n ന് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ എന്ത് വരും? 2 raised to 0 into 0 factorial എന്തായി പോകുന്നത്? 1 ആയി പോകും. into h 0 of y e raised to minus y square by 2. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം h 0 of y യുടെ വാല്യൂ 1 ആണ്. h 1 of y എന്ന് പറയുന്നത് 2y ആണ്. h 2 of y എന്ന് പറയുന്നത് 4y square minus 2 ആണ്. ഈ വാല്യൂ ടേബിൾ പണ്ട് നമ്മൾ ഇൻക്ലൂഡ് പഠിച്ചതുപോലെ കാണാതെ പഠിക്കും. അപ്പൊ n equal to 1 കൊടുത്താലോ? n equal to 1 കൊടുത്താൽ psi 1 of x എന്ന് പറയുന്നത് എന്താവും? 1 കൊടുത്താൽ m omega by h cut by whole raised to 1 by 2 whole raised to 1 by 2 ഇവിടെ എന്ത് വരും? 2 raised to 0 into 2 raised to 1 into 1 factorial. അതിനെ എങ്ങനെ എഴുതാം? 1 by 2 the whole raised to 1 by 2 അല്ലെ? ഇത് മൊത്തത്തിലാണ് whole raised to 1 by 2. the whole raised to 1 by 2 h 1 of y e raised to minus y by 2. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് കിട്ടും? അതിന്റെ ഉത്തരം പറ. psi 1 of x is equal to m omega by h cut raised to whole raised 1 by 2 ഇവിടെ ഉണ്ട്. സോറി, ഇവിടെ ഉണ്ടല്ലോ 1 by 2. ഓക്കെ, ഇവിടെ 1 by 2 ഇവിടെ ഉണ്ട്. അപ്പൊ ഇതെന്താവും? 1 by 2 ഇവിടെ ഉണ്ട് കേട്ടോ. 1 by 2 the whole raised to 1 by 2 1 by 4 ആവും. അപ്പൊ ഉത്തരം എന്ത് വരും? പറ. m omega by
h cut pi the whole raised to 1/4 into 1/√2 2y square minus 1 e raised to minus y square by 2 എന്ന് പറയും. 2y square minus 1 എങ്ങനെ വന്ന് നമുക്കറിയാം അല്ലേ? h1 of y എത്രയാ? 2y ആണ്. h1 of y 2y ആണ്. ഓക്കെ, 2y square minus 1 അല്ല, അത് psi 2 ആണ്. 2y ആണ്. 2y e raised to minus y square 2. psi 2 of x ആണെങ്കിൽ n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഇത് രണ്ടും പഠിച്ചാൽ മതി. psi 2 of x എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫ് ആണ്. ആ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റും. പരാബോളയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ ഗ്രാഫിൽ 0 പോയിന്റിൽ ഒരു എനർജി ഉണ്ട് 1/2 h cut ഒമേഗ. എനർജി എങ്ങനെയാ പോകുന്നത്? 1/2 h cut ഒമേഗ 1/3 h cut ഈക്വലി സ്പേസ് ചെയ്യണം കേട്ടോ ലൈൻ. ഇത് രണ്ട് ലൈനിന്റെ ഇടയിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചത് h cut ഒമേഗയാണ്. അപ്പം ഇത് എന്ത് ലൈനാണ്? ഇത് ബേസ് ലൈൻ. ഇവിടെയാണ് n equal to 0, n equal to 1, n equal to 2. ഇവിടെ 1/2 h cut ഒമേഗ 3/2 h cut ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചതാണ് എനർജി. 5/2 h cut ഒമേഗ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പെൺപിള്ളേരോടാണ് പ്രത്യേകിച്ച്. പെൺപിള്ളേർ നല്ല വൃത്തിക്ക് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ തൊങ്ങല് പുറത്തായിട്ട് വരാതെ വരച്ചറിയും. വരയ്ക്കരുത്, ഉത്തരത്തിന് മാർക്ക് കിട്ടൂല. ഈ ചെറിയൊരു കുറിപ്പ് ഉണ്ട്, അത് പെനട്രേഷൻ, പുറത്തേക്ക് ക്വാണ്ടം വേവ് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പെനട്രേഷന്റെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പുറത്തേക്ക് വേവ് പോകുന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ വേവ് ഫംഗ്ഷൻ psi of x വരുന്നത്. ആ സമയം അതിന്റെ മോഡുലസ് പ്രോബബിലിറ്റി എടുത്താൽ എന്ത് കിട്ടും? ഇങ്ങനെ വരൂല. പ്രോബബിലിറ്റിയുടെ കർവ് വരയ്ക്കുകയാണെങ്കിൽ പരാബോള തന്നെ വരയ്ക്കുക. സെയിം പുറത്തേക്ക് തന്നെ ഉണ്ട് തൊങ്ങല്, n equal to 0. പക്ഷെ ഗ്രാഫ് നമ്മൾ നേരത്തെ ഇൻഫിനിറ്റ് സ്ക്വയർ പോലെ വരച്ചതുപോലത്തെ ഗ്രാഫാണ്. ഇങ്ങനെ വരും, മുകളിൽ മാത്രമേ വരൂ. n equal to 1, n equal to 3, 2 ആണെങ്കിൽ 3. ഇതാണ് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. ഇത് ഏതിന്റെ ഗ്രാഫാണ്? മോഡ് psi of x സ്ക്വയറിന്റെ ഗ്രാഫ്. ഈ രണ്ട് ഗ്രാഫും പരീക്ഷയ്ക്ക് വരച്ച് നിർത്തിയാൽ 15 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്. ഇന്റേണൽ അല്ല, ഇന്റേണൽ ഞാൻ ചിലപ്പോൾ 7 ഇടും, 15 മാർക്കാണ്. അവിടെ ചിലപ്പോൾ ഞാൻ ഇത് ഇന്റേണൽ ക്വസ്റ്റ്യൻ മാത്രം 15